വീണ്ടും ഒരു അടിപൊളി യാത്രയാണ്. ഞങ്ങളെ കൂടെയുള്ളത് മൂസിയുടെ കൂട്ടുകാരികളും അവരുടെ കെട്ടിയോന്മാരും ഒക്കെ ആണ്. അതുപോലെ ഞങ്ങളെ കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ ഉണ്ട്. കൊയിലാണ്ടി തിക്കോടി ബീച്ചിലേക്കായിരുന്നു യാത്ര. അടിപൊളി യാത്ര എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം വലിയൊരു ബീച്ച് തന്നെ കാണുന്നത്. ഇത് എവിടെയും കേട്ടിരുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെടാത്തത്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം കടലിൻ്റെ അടുത്തൂടെ തന്നെ കിലോമീറ്ററുകളോളം നമുക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാം. ഇതിലൂടെ കടലിലൊക്കെ ഇറങ്ങി തന്നെ വാഹനം ഓടിക്കുന്നവരൊക്കെ ഉണ്ട്. ഇത് വാഹനത്തിന് നല്ലതല്ല എന്ന് പലരും പറയുന്നത് കേട്ടു. ഞങ്ങളും അതുകൊണ്ട് വാഹനം ഇറക്കിയില്ല. പക്ഷേ കടലിൻ്റെ സൈഡിലൂടെ ഇതുപോലെ കിലോമീറ്ററുകളോളം ഞങ്ങൾ യാത്ര ചെയ്തു. ഒരു ഗൾഫിൻ്റെയൊക്കെ ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കടലിന് അടുത്ത് തന്നെ അവിടെ വാഹനം നിർത്തിയതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊയിലാണ്ടിയിൽ നിന്നും 10 കിലോമീറ്ററുള്ള തിക്കോടി ബീച്ചിൽ പോകണം. കാരണം അത് പോവാത്തവർ വല്ലാതെ മിസ് ചെയ്യും. കാരണം അത്രത്തോളം ഭംഗിയുള്ള നമ്മുടെ കോഴിക്കോട് ബീച്ചിനേക്കാളേറെ ഭംഗിയുള്ള, അതുപോലെ ആളുകൾ വളരെ കുറവാണ്. ഇത് ഞായറാഴ്ച ആയിട്ടുള്ള ദിവസമാണ് ഞങ്ങൾ പോയത്. ഈ ഞായറാഴ്ച പോലും വളരെ തിരക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഒരുപാട് ഫാമിലി ആയിട്ട് ഒരു വലിയ വാഹനത്തിൽ ഒക്കെ വന്നിട്ടൊക്കെ വരുന്നവർക്കൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കടലിൽ കളിക്കാനും ഒക്കെ തന്നെ സുഖമാണ്. കാരണം കിലോമീറ്ററുകളോളം മുൻപോട്ടും ബാക്കോട്ടും ഒക്കെ തന്നെ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കടലിൽ ഇറങ്ങിയാൽ ഒരു കുഴപ്പമില്ല. അതിലെ നമ്മുടെ കോഴിക്കോട് ബീച്ചിനെ പോലെ ഒന്നും ആളുകളില്ല. ഇനി കുട്ടികൾ കുറച്ച് സമയമൊക്കെ കളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെല്ലാവരും ചെറിയ രീതിയിലുള്ള ചായയും കടിയൊക്കെ തിന്നുന്ന ചെറിയ കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് കടലിൻ്റെ അടുത്തേക്ക് തന്നെ പോയപ്പോൾ അവിടെ വല ഇടുന്നത് കണ്ടു. കോരി വല പോലത്തെ ഒന്നായിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് മീനുകൾ അതിലെ ഒരുപാട് മീനുകൾ, അതൊക്കെ ഞാൻ കുട്ടികൾക്കൊക്കെ എടുത്ത് കണ്ടു. പലതിനും ജീവനുണ്ട്. പല മീനുകളും ഇപ്പോൾ പിടിച്ചത് കൊണ്ട് തന്നെ ജീവൻ ഉള്ളത് ഉണ്ട്. ഇതൊക്കെ ജീവനുള്ള മീനാണ്, അവിടെ തുള്ളുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികൾക്കൊക്കെ ഓരോന്ന് എടുത്തുകൊണ്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ട്. കാരണം ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ സന്തോഷം. കാരണം ചെറുപ്പം മുതൽക്കേ മൂസിയുടെ കൂട്ടുകാരികളായിട്ടുള്ള അവർ ഈ ബന്ധം വർഷങ്ങളായിട്ടും ഈ ബന്ധം തുടർന്നു പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പിനേക്കാൾ ഏറെ ഒക്കെ നമ്മൾ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അപ്പോൾ അവരോടൊപ്പമൊക്കെ നമ്മൾ പലപ്പോഴും ഞങ്ങൾ ഇതിനു മുൻപും യാത്രകൾ നടത്തിയിട്ടുണ്ട്. മീൻ കാഴ്ചകൾ കണ്ട് കുട്ടികൾ ആസ്വദിക്കുകയാണ്. അങ്ങനെ തിരണ്ടിയും മറ്റ് ജീവുള്ള മീനുകളെയൊക്കെ അപ്പോൾ അവർ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഒരുപാട് ആടാനും പാടാനും ഒക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്തുകൊണ്ട് അതിൽ നമ്മളെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കായ്ക്കുന്ന നാട്ടിൻ്റെ പറഞ്ഞാട്ടെ ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂലക്കൊന്നിലെ മഞ്ചടിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ. അങ്ങനെ ആട്ടവും പാട്ടവും കഴിഞ്ഞതിന് ശേഷം നേരെ ഭക്ഷണം കഴിക്കാനിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നാട്ടിലോട്ട് വരികയാണ്. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണം. കാരണം ഈ ബന്ധം ഇങ്ങനെ തുടർന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഫോട്ടോ ഞാനിവിടെ ചേർക്കുന്നു.